Every flight has a destination, but this one feels different. Welcome to my vlog where I'll take you along on a journey that means more than just miles. എല്ലാം പറഞ്ഞ പോലെ കോൾ പോയിട്ട് കൂടി വരാമായിരുന്നു. അതേടാ പറ്റിയ സാഹചര്യം. എന്തായാലും നാട്ടിലുള്ള നിന്റെ സംഭവങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. ഒരാഴ്ചത്തേക്കാ വേഗം വരും. നോമ്പല്ലേ അടിച്ചു മാറാൻ. ഇല്ല, നോമ്പിന് നാട്ടിൽ ഡള്ളായിരിക്കും. അതെ അതെ ഇതെല്ലാം പറയുമെങ്കിലും അതെ, പക്ഷെ ഞാനിവിടെ അടിച്ചു മാറും. അപ്പോൾ ഓക്കെ ഗൈസ്, എനിക്ക് പോകാൻ സമയമായി. ആൻഡ് പെട്ടെന്ന് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഓക്കെ. സോ ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ആക്ച്വലി എല്ലാ വ്ളോഗിലും നമ്മൾ പറഞ്ഞ് ഞാൻ ഒറ്റക്കാണ് ട്രാവൽ ചെയ്യുന്നതെന്നുള്ളൊരു ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി. അപ്പോൾ ഇന്ന് ഞാൻ ആഫ്റ്റർ ലോങ് 3 months നാട്ടിലേക്ക് വീണ്ടും പോവാണ്. പോക്ക് കുറച്ച് ഒഫീഷ്യലാണ്. സോ ഐ എം ഗോയിങ് ഫോർ ജസ്റ്റ് ഫോർ 1 week. ലൈക്ക് എക്സൈറ്റഡും ആണ്, ബട്ട് ഇൻ എ വേ ഐ എം സാഡ് ഓൾസോ. കാരണം എപ്പോഴും ഒരുമിച്ചാണ് പോക്ക്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് എന്താ പറയുക, എയർപോർട്ടിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. യൂഷ്വലി എയർപോർട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഞാനിങ്ങനെ ഒരു ഫ്ലോയിലൊരു ഇതിൽ എല്ലാം കണ്ട് ഇതാക്കിയൊന്ന് നടന്ന് പോകാമെന്നല്ലാണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും ആ ഒരു റെസ്പോൺസിബിലിറ്റി തലയിലെടുത്ത് വെക്കാറില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കി എൻ്റെ ലഗേജും കാര്യങ്ങളും ഒക്കെ വളരെ സ്മൂത്തായിട്ട് കംപ്ലീറ്റ് ഒക്കെ എല്ലാം കഴിഞ്ഞു. ഈവൻ സെക്യൂരിറ്റി ചെക്കിങ് പോലും ഏറ്റവും വേഴ്സ്റ്റ് പാർട്ട് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിങ് ആണല്ലോ, അതുപോലും വളരെ ഐ തിങ്ക് ഒരു 10 seconds കൊണ്ട് അത് കഴിഞ്ഞു. അത്രയും ഫാസ്റ്റായിരുന്നു ഇന്ന്. ഐ തിങ്ക് നല്ല ക്രൗഡഡ് ആണ്, മേ ബി അതുകൊണ്ടായിരിക്കും. സോ എനിവേ, ഐ എം ഹിയർ. ദ ഫേമസ് ടെഡി ബെയറിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. സോ എവ്രി വൺ ഇസ് ലൈക്ക് എന്താ പറയുക, ഇതിൻ്റെ മുമ്പെന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഓൾസോ. അധികം ടൈം കളയാണ്ട് നമുക്ക് കുറച്ച് എയർപോർട്ട് വൈബ് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇതിപ്പം ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ്. ഇപ്പോൾ സമയം 5:30. ഒട്ടും ഉറങ്ങിയിട്ടില്ല. സോ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ടയേർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം ഞാൻ മേക്കപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, ബട്ട് സ്റ്റിൽ ഐ എം ടയേർഡ്, ഐ എം സ്ലീപ്പി, ഐ ഹാവ് ഹെഡേക്ക്. സോ നമുക്കിതൊന്ന് ക്വിക്കായിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ട് നമ്മൾ ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്നെ ആക്ച്വലി കുറച്ച് നല്ല നേരത്തെ ഇവിടെ ഇറക്കിയിട്ട് പോയി. കാരണം ഹീ നോസ് ഞാൻ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നപ്പോഴേക്കും ഫ്ലൈറ്റ് അതിൻ്റെ വഴിക്ക് പോകും. ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒന്നുമല്ല, പക്ഷേ സ്റ്റിൽ എന്താ പറയുക, ടുഗെദർ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു കംഫേർട്ട് കട്ടായിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഓൾവേസ് ഒരു സാധനം ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. സോ എൻ്റെ ഗേറ്റ് നമ്പർ C81 ആണ്. ആൻഡ് അത് കുറച്ച് ഇവിടുന്ന് നടക്കാനുണ്ട്. അപ്പോൾ നമുക്കിഷ്ടം പോലെ സമയമുണ്ട്. സോ അതുകൊണ്ട് സമാധാനത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കാം. ഐ ഷോ യു സംതിങ്. സോ ഞാൻ ആക്ച്വലി ഗേറ്റ് നമ്പർ C81 അതിലേക്ക് നടക്കുന്നതിന് പകരം ഞാൻ ഡിയിലേക്ക് ചെറുതായിട്ടൊന്ന് റൂട്ട് മാറിപ്പോയി. ഇറ്റ് ഹാപ്പൻസ്. വ്ളോഗ് കൊടുത്ത് അട്ടം നോക്കി നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പലതും സംഭവിക്കും. ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പം ഐ എം ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നെനിക്ക് തോന്നുന്നു. ഇനി ഒന്ന്
ഫ്ലൈറ്റിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ കയറുക, ഉറങ്ങുക, ഒന്നും അറിയണ്ട. അതാണ് എൻ്റെ പ്ലാൻ. നോമ്പ് സ്റ്റാർട്ടാകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല രസമുണ്ട് കാണാൻ. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, പോകുന്നത് ഒരാഴ്ചത്തേക്കാണെങ്കിലും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നുണ്ടെന്നുള്ളത്. സോ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഉണ്ട്. അപ്പോൾ വെരി എക്സൈറ്റഡ് അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് കാണാൻ. പക്ഷെ ഞാൻ അവിടെ എത്തുന്നപ്പോഴേക്കും അവരവിടെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം സ്കൂൾ ടൈം ആയിരിക്കുമല്ലോ, സ്കൂൾ ടൈമിൽ. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവരവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. സോ അവരവിടെ ഉണ്ടെങ്കിൽ ലൈക്ക് അവർ നല്ലൊരു റിയാക്ഷൻ വീഡിയോ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അപ്പുറം ആഡ് ചെയ്യാം. സോ എനിവേ ഐ എം എക്സൈറ്റഡ്. ലൈക്ക് എന്താ പറയുക, എന്തായിരിക്കും അവരെ റിയാക്ഷനിൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ലോണം വിശക്കുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. നല്ല ചൂടുള്ള ഉപ്മാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കഴിച്ച് ഒരു കിടക്കുകയും കിടക്കും. ഞാനിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീരെ ഉറങ്ങാണ്ടും യാത്ര ചെയ്യരുത്, കാരണം അത് നമ്മളെ കംപ്ലീറ്റ് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, തീരെ ഉറങ്ങാത്തതുകൊണ്ട് ഐ ഹാവ് ദിസ് ബാഡ് ഹെഡേക്ക്. ആൻഡ് ഇവിടുന്ന് ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാലുള്ള ബസ് ജേണി, അതാണ് ഏറ്റവും 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 ഡിസ്റ്റർബിങ്. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ. ബിക്കോസ് സോ ഞാനിങ്ങനൊരു കഥ പറഞ്ഞു വരികയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ അനൗൺസ്മെൻറ്റ് വന്നിട്ട് ആ സ്റ്റോറി അങ്ങ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഖത്തറിന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാനൊരു പുതിയ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയ വാങ്ങിയിട്ട് അന്നാണ് ഫസ്റ്റ് ഡേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിബിൻ്റെ മേലെ ഞാൻ യാത്ര പോയ സമയത്ത് വാങ്ങിയ എൻ്റെ ഫേവറേറ്റ് ബാഗ് ചാംസ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളർ ക്രിസ്റ്റലിൻ്റെ ഒരു മിനിയേച്ചർ ബാഗും വേറൊരു കീ ചെയിനും. അപ്പോൾ ഇത് നല്ല നല്ല രസമുണ്ടായിരുന്നു. നല്ല പുതിയ ബാഗ്, നല്ലൊരു ബ്രൗൺ ബാഗ്, അതിനകത്ത് നല്ല ലൈക്ക് അടിപൊളി കീ ചെയിൻസും കാര്യങ്ങളായിട്ട് അടിപൊളി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഖത്തറിലെ ബസ്സിൽ, ലൈക്ക് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ബസ്സിലേക്ക് ഇങ്ങോട്ടേക്ക് വരുമല്ലോ, അപ്പോൾ അതാണ് എനിക്ക് ആകെയുള്ളൊരു മെമ്മറി. അതാണ് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ സിബ് അടക്കം പൊട്ടിയിട്ട്, ലൈക്ക് സിബില്ല, അതിൻ്റെ മേലെ സിബില്ല, അതടക്കം എവിടെയോ വീണുപോയി വിത്ത് ദാറ്റ് കീ ചെയിൻസ്. ആൻഡ് ഞാൻ അപ്പം തന്നെ കരഞ്ഞു. അപ്പം തന്നെ കണ്ണിന്ന് വെള്ളമൊക്കെ വന്നു. കാരണം വേറെ മറ്റേത് കുഴപ്പമില്ല, പക്ഷെ ആ ക്രിസ്റ്റൽ ഗ്രീൻ ബാഗ് ചാമ്പ് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു കീ ചെയിനായിരുന്നു. അപ്പോൾ അത് മിസ്സായി. ബാക്കോട്ടേക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം മുന്നോട്ടേക്ക് വന്നു, ലഗേജിൻ്റെ അടുത്തേക്ക് വരെ എത്തി. അപ്പോൾ എന്തോ കാര്യത്തിന് ബാഗ് തുറക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കണ്ടത്. അങ്ങനെ അത് മിസ്സായി. സോ ഞാൻ പറഞ്ഞു വന്നത്, എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഇതാണ് ബസ്സിലേക്ക് ഫ്ലൈറ്റിനടുത്തേക്ക് പോകുന്നതും അവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നതും രണ്ടും. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ തീരെ ഡിസ്റ്റർബ് ചെയ്യാത്തതുകൊണ്ട് 4 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞതേയില്ല. എനിവേയ്സ്, നമ്മൾ ലാൻഡ് ചെയ്തു കണ്ണൂരിൽ. ലാൻഡ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ ഇത്രയും നല്ല കട്ടിയുള്ള ഹുഡിയും ട്രാക്ക് പാൻറ്റൊക്കെ ഇട്ടിട്ട് വന്നത് വളരെ മികച്ചൊരു തീരുമാനമായിപ്പോയി.
നാട്ടിലെത്തിയ കാര്യം ആദ്യം അറിയിക്കാൻ വിചാരിച്ച ഒരാളായിരുന്നു മൈ സിസ്റ്റർ. നേരത്തെ പറഞ്ഞു വെച്ച അഥവാ സർപ്രൈസ് എവിടെയും കൊളായാലോ, അതുകൊണ്ട് നാട്ടിലെത്തിയിട്ട് വീഡിയോ കോളിൽ വിളിച്ച് പറയാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഹായ് ഹായ് ഉള്ളി ആരേ സോ നാട്ടിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതിൻ്റെയും ആക്ഷൻ വീഡിയോ എനിക്ക് പ്രോപ്പറായിട്ട് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. കാരണം ഒരു കയ്യിൽ ലഗേജും ഒരു കയ്യിൽ ഫോണൊക്കെ പിടിക്കുമ്പോഴേക്ക് ആകെ മൊത്തത്തിൽ അങ്ങ് കൊളായി. അപ്പോൾ റിയാക്ഷൻ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിലും ബാക്കി നാട്ടിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഒരു 1 വീക്ക് വന്നതുകൊണ്ട് എനിക്കത് വേസ്റ്റ് ചെയ്യണ്ട, ലൈക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, നോമ്പാണെങ്കിൽ പോലും അത് ഫുള്ളി അങ്ങ് എൻജോയ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ചൂടെല്ലാം അങ്ങ് തണുത്ത് ഇപ്പോൾ ഈവനിങ്ങിൽ നല്ല കാറ്റും ഒരു ചെറിയ തണുപ്പെല്ലുള്ളൊരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇതാണ് ബെസ്റ്റ് ടൈം. അപ്പോൾ ഈ ടൈമിൽ വണ്ടി ഓടിക്കാനും പോയിട്ട് പർച്ചേസ് ചെയ്യാനും ഒന്ന് കറങ്ങാനുള്ള അടിപൊളിയായിരിക്കും. സോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സ്റ്റുഡിയോയിലാണ്. ആൻഡ് എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ കുറച്ച് നല്ല എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ളത്. ബട്ട് ഞാൻ നല്ലതൊന്നും അങ്ങനെ കാണുന്നില്ല. ദാറ്റ്സ് ദ ട്രൂത്ത്. നമുക്കൊന്നും കൂടി നോക്കാം, കിട്ടിയെങ്കിൽ നല്ലതല്ലേ. കിട്ടിയോ? Why Zudio? Why? Collection very bad. Famous Kannasa and Kadalasa. Zudio വന്നിട്ട് ഒരു സാധനം കളക്ഷൻ ഇപ്പം അറ്റ് പ്രസന്റ് ഇവിടെ ഇല്ല. ആദ്യം കൂടി ഒരു കോട്ട് കണ്ടു. ആൻഡ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. കുറേ നല്ല പാൻസ് അങ്ങനെ എന്തോ അല്ല, മാക്സി ഡ്രസ്സസ് എന്തോ ഉണ്ട്. ബട്ട് നമ്മൾ മാക്സി ഡ്രസ്സസ് കുറേ ഉണ്ട്. ബട്ട് നമ്മൾ വേറെ ചെയ്യാത്തതുകൊണ്ട് വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ല. ഇല്ല, ഇതിൻ്റെ എടുക്കാമല്ലോ. സ്റ്റുഡിയോയിലെ പർച്ചേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അല്ലറ ചില്ലറ ഗ്രോസറി പർച്ചേസും അതിൻ്റെ ഇടയിൽ കുറച്ച് സ്നാക്കിങ്ങും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല റഷായിരുന്നു. കാരണം നോമ്പും കാര്യങ്ങളും വരാൻ പോകുന്നത് കൊണ്ട് നല്ല റഷും ഇതൊക്കെ ആയിരുന്നു. സോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആകെയുള്ളൊരു ഫാക്ടർ ഇവിടെ ക്ലൈമറ്റ് അത്രയും എന്താ പറയുക, ഭയങ്കര ബാഡാന്നുള്ളത് മാത്രമേ ഉള്ള ഒരു പ്രശ്നമുള്ളൂ. അത്രയും ചൂടാണ്. അപ്പോൾ എനിവേസ് വെയിറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് നോമ്പ്. ഈ കാണുന്നതാണ് നമ്മളെ ഇന്നത്തെ മെയിൻ ഫുഡ്. നല്ല ചൂടുള്ള ഗീ റൈസും ചിക്കൻ കറിയും പിന്നെ സ്പെഷ്യൽ പ്രോൺസ് കൊണ്ടാട്ടം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത്. ആൻഡ് ഇറ്റ് വാസ് ടൂ യമ്മി.
സ്പൈസി കോട്ടിംഗ് ആയിട്ടുള്ള, സ്പൈസി പ്ലസ് സ്വീറ്റ് കോട്ടിംഗ് ആയിട്ടുള്ള കിഡിലനൊരു ഐറ്റം. This is the yummiest prawns I ever had from Dharavis. എന്തൊരു പേര്? പ്രോൺസ് കൊണ്ടാട്ടം. You know that. ഏത് പാട്ടാ പാടാൻ അറിയാനേ? ഏത്? അപ്പൂന്റെ വീട് കൊറേ പാടിയില്ലേ, വേറെ ഏത് പാട്ടറിയാം? എന്നാ അപ്പൂന്റെ പാടിക്കോ, അപ്പൂന്റെ പാടി. അപ്പൂവിന്റെ വീട് ഭംഗിയുള്ള വീട്, വീട്ടിനോയി ബോബ വീടിനായ ബോബ അങ്കപ്പക്ക ബോ ബോ അങ്ക് ഇണ്ടു ഇങ്കപ്പക്ക ബോ ബോ ബോ. അപ്പൂവിന്റെ വീട് ഭംഗിയുള്ള വീട്, വീട്ടിനോയി പൂശ വളരെ കള്ള പൂശ അങ്കപ്പക്കമിയാം ഇങ്കപ്പക്കമിയാം അന്റെ ഇണ്ടു എന്റെ പക്കമിയാ മിയാ മിയാ. അപ്പൂ അപ്പോൾ ഇപ്പം സമയം 5:15. ഇനി ആകെ കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേങ്കിൽ അപ്പോഴായിരിക്കും മിക്കവാറും നമ്മളെല്ലാം വീട്ടിൽ തിരക്ക് ഭയങ്കരമായിട്ട് കൂടാണ്. അതുവരെ നല്ല സമാധാനമായിട്ടിരിക്കും, വേറെ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് എന്താ പറയുക, നല്ല തിരക്കിലേക്ക് എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ ലൈറ്റ് കുറവാണല്ലോ. ഷോ, ലൈറ്റും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിള് മുറിക്കാൻ ഒന്നും കുറച്ച് കഴിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ കടികളുടെ അതിപ്രസരവും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നെയ്ച്ചോറ്, കോഴിക്കറി, കോഴി പൊരിച്ചതും ഫ്രൂട്ട്സും എന്തെങ്കിലും കുടിക്കാൻ. വളരെ ലളിതമായ നോമ്പ് തുറയാണ് നമ്മളിത്. കുറച്ച് പഞ്ചസാര ആക്കിയിട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല. ഞാൻ ഇന്നലെ ഒരു പറഞ്ഞിട്ട് അത്ര പഴുത്തിക്കില്ല. പിന്നെ അന്നിങ്ങനെ പഴുത്തത്. ഇപ്പം നല്ല സുടുസുട ചിക്കൻ പൊരിച്ചത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചായക്കാണ്. ആൻഡ് ഇത് നമ്മുടെ നെയ്ച്ചോറാണ്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഫാത്തിമയാണ്. ടാങ്ക് ഉണ്ടല്ലോ, നല്ല ബൗസുള്ള ടാങ്ക് ആയിക്കോട്ടെ. കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളങ്ങ് യാ ഇറ്റ്സ് എ ടഫ് വൺ. റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നമ്മൾ കാണിക്കും. നമ്മളൊരു സീക്രട്ട് പരിപാടി ഉണ്ട്. ഇതിൽ ആകെ ഇപ്പോൾ ടാങ്കിന്റെ പൊടി ഇടുന്നത് വെള്ളം ഇടുന്നത് മാത്രം കാണിച്ചാൽ മതി. അതിന്റെ ഇടയിലുള്ളത് ക്യാമറ കട്ടാക്കി വെച്ചു. യെസ്, ആ ഒഴിക്കുന്ന സ്റ്റൈലിലാണ് കാര്യം. നമ്മൾ അങ്ങനെ വേണം ഒഴിക്കാൻ. 8 എന്ന ആകൃതിയിലാണ് ഒഴിക്കുക. സോഡ വേണം. സോഡ കുറച്ചും കൂടി വേണ്ടി വരുമായിരിക്കും, വളരെ കുറച്ച്. ചിക്കു, മുന്തിരി, ആപ്പിൾ, ബത്തക്ക എന്തൊക്കെ പറഞ്ഞാലും ഇലയിൽ പൊരിച്ചു വെക്കുന്ന എന്താണെങ്കിലും അതിന് ഇലയുടെ രുചി വരുമ്പോഴല്ലേ രുചി. ആഹാ, നല്ല മണം. ചായ നമ്മുടെ വീടിൻ്റെ ഇടവഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു തറവാട് വീട് കാണാം. വളരെ ഭംഗിയുള്ള, കാണാൻ വളരെ സമാധാനമുള്ളൊരു തറവാട് വീടാണിത്. ഇതാണ് നമ്മുടെ ഇടവഴി. ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷെ അവരിത് ഒന്ന് കുറച്ചും കൂടി മോഡേണൈസ് ചെയ്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്തു. പണ്ട്
ഭയങ്കരമായിട്ടുള്ള ഒരു പഴമ നിറഞ്ഞു കിടക്കുന്ന ഒരു ഇടവഴിയായിരുന്നു ഇത്. ഇതിന്റെ കൊട്ട. അതെ, ഇസ്തറ്റിക്കിൻ്റെ കൊട്ടയായിരുന്നു. ഈ ഇടവഴിനെ കുറിച്ച് ചോദിക്കാത്ത ആൾക്കാരില്ല. അത്രയും ആൾക്കാർ ഇത് ഏതാണ് സ്ഥലമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് മാറിപ്പോയി. സാരമില്ല. ഇവിടുത്തെ ഫോട്ടോ എടുത്തിനെ നോക്കി നോക്കിയേ. പൊട്ടിത്തകർന്ന് ഇല്ല. മുറ്റത്ത് പോരാ സ്ഥലമില്ല. നെയ്ച്ചോറ് വയ്ക്കാൻ കഴിയില്ല. എന്തെങ്കിലും അങ്ങനെ നല്ലൊരു നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് വിട്ട്. തലശ്ശേരിയിലെ കമ്പ്ര നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു പ്ലേസാണ്. അവിടെ നല്ല കുറേ ഫുഡും അടിപൊളി കുറേ ഡ്രിങ്ക്സും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് അതും അടിപൊളിയാണ്.